ഗൈസ്, അങ്ങനെ കുറേ നാളുകളായി ചിരിച്ച് മണ്ണ് തപ്പുന്ന രീതിയിലൊരു പടം കണ്ടിട്ട്, ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു പടം കണ്ടിട്ട് കുറേ കാലമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മരണമാസം എന്ന് പറഞ്ഞൊരു പടം വന്നത്. ഇന്നത്തെ ദിവസം ഞാൻ 3 പടം കണ്ടു. അതായത് രാവിലെ പോയി ബസൂക്ക കണ്ടു, അത് കഴിഞ്ഞ് മരണമാസം കണ്ടു, അത് കഴിഞ്ഞ് ആലപ്പുഴ ജിംഖാന കണ്ടു. ആലപ്പുഴ ജിംഖാനയുടെ റിവ്യൂ ഞാൻ ഇടുന്നുണ്ട്, അതും കാണണം എല്ലാവരും. അപ്പം എന്താ പറയുക, കുറേ നാളുകൾക്ക് ശേഷം ചിരിച്ചെന്ന് പറഞ്ഞാണല്ലോ, തലകുത്തി ചിരിച്ച് കുറേ ചിരിക്കാനുണ്ട്. ഒരു അടിപൊളി പടം. കഥയൊന്നും വലിയ കഥയൊന്നുമില്ല. അത് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവും, ചിലപ്പം നടന്നിട്ടും ഇല്ല. നമ്മളിത് ആദ്യമായിട്ട് കാണുന്നൊരു സ്റ്റോറി പോലത്തെ. അതിൻ്റെ ഒരു സ്റ്റോറി ടെറൈൻ ഒരു പ്രത്യേകതര സാധനമാണ്. അയ്യോ, വന്നവരും പോയവരും എല്ലാം സ്കോർ ചെയ്ത്. അടിപൊളി പടം, ഒരു രക്ഷയില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഈ 3 പടം കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആലപ്പുഴ ജിംഖാന തന്നെ. അല്ല, ആലപ്പുഴ ജിംഖാന അല്ലല്ലോ, മരണമാസം മാറിപ്പോകില്ല. കുറേ എണ്ണം കണ്ടതുകൊണ്ടേ ഒരു ദിവസം തന്നെ ഇത്രയും പടം കാണാനില്ല. ഇനി കാണാൻ കിടക്കുന്നത് ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന പടം കിടക്കും, അതിൻ്റെ റിവ്യൂ ഇടാം. അപ്പം ഞാൻ പറയാൻ വന്നത്, ഇത് ടൊവിനോ പ്രൊഡ്യൂസ് ചെയ്ത് ബേസിൽ ജോസഫിനെ നായകനാക്കി. ബേസിൽ ജോസഫ് ഒരു രക്ഷയില്ല. ചില ഒരു ഏരിയ വരുമ്പോൾ മാത്രം ആളൊന്നും ചെറുതായിട്ട് ഡൗൺ ആകുന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ അഭിനയിച്ചേക്കുന്നതെല്ലാം ഓവർ ദ ടോപ്പാണ്. അങ്ങ് തകർത്തങ്ങ് അഭിനയിച്ചേക്കുക, ഹൈ ലെവലിൽ. ആ ലെവലിൽ അങ്ങനത്തെ ഒരു സ്റ്റോറിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഏച്ചുകെട്ടായിട്ട് നമുക്ക് തോന്നത്തുമില്ല പടം കാണുമ്പോൾ. എടുത്തു പറയുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, എന്നൊന്നും പറയുന്നില്ല. നമ്മുടെ സിജു സണ്ണി എന്ന് പറയുന്ന വ്യക്തി അറിയാമോ? നമ്മുടെ ഷോർട്ട് ഫിലിമിലും അവിടെ ഇവിടെ ഒക്കെ കണ്ടിട്ട് ഇപ്പം ഈ ഇതിനകത്തൊക്കെ ഉണ്ട്, ആവേശമല്ല, നമ്മുടെ ഗുരുവായൂർ അമ്പല നടയിലൊക്കെ ഉണ്ട് ബേസിലിൻ്റെ കൂടെ നടക്കുന്നത് സിജു സണ്ണി. അദ്ദേഹമാണ് ഇത് സ്ക്രിപ്റ്റ് എഴുതിയേക്കുന്നത്. ഞാനിപ്പോഴാണ് നോക്കിയത്. ശരിക്കും പറഞ്ഞോട്ടല്ലോ, കൊള്ളാം മച്ചാൻ്റെ എഴുത്ത്. അപ്പം അതിൻ്റെ ഞാനിപ്പോൾ ഇത്ര സന്തോഷമായിട്ട് പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ മനസ്സിലായി കാണുമല്ലോ സിനിമ എത്രത്തോളം നന്നായിരിക്കുന്നു. അപ്പം നമ്മുടെ കൺവീൻസ് സ്റ്റാറൊക്കെ ഉണ്ട്, അതൊക്കെ ഇതിനകത്തൊക്കെ ട്രോളായിട്ട് വരുന്നുണ്ട്. അയ്യോ, ഒന്നും പറയണ്ട. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കണ്ടോ, നല്ലൊരു സിനിമയാണ്. എനിക്ക് ഇപ്പം കണ്ടത് 3 പടത്തിലും എനിക്ക് തോന്നുന്നത് മിക്കവാറും മരണമാസം ഈ വിഷു തൂക്കാനാണ് സാധ്യത. അപ്പോൾ എല്ലാവരും പോയി പടം കാണും. ഓക്കെ, ഞാൻ നമ്മുടെ ആലപ്പുഴ ജിംഖാനയുടെ റിവ്യൂ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും.